ആഷ്ലിൻ വെസ്റ്റ്വുഡ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ മാനേജർ എത്തിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സോ നമുക്ക് അതേ പറ്റിയിട്ടൊന്ന് ചർച്ച ചെയ്താലോ. ആഷ്ലിൻ വെസ്റ്റ്വുഡ് ഓക്കെ ആണോ അല്ലയോ, എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഡേവിഡ് കാറ്റലനെ സാക്ക് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നപ്പോ ഇനി ആരായിരിക്കും ബെറ്റർ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നിന്ന സമയത്ത് നമ്മൾ ചാനലിൽ പറഞ്ഞിരുന്നത് ഒന്നെങ്കിൽ എൽക്കോ അല്ലെങ്കിൽ ആശാൻ എന്നുള്ള ഒരു സാധനമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ടീമിനെ തിരിച്ച് കരകയറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഫാൻസുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കേരളവുമായിട്ടും ഒക്കെ ഒരു ആത്മബന്ധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ഇമോഷണൽ കണക്ഷൻ ഉള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. സോ എന്തായാലും പതിവ് തെറ്റിക്കാതെ നമ്മുടെ മാനേജ്മെന്റ് മറ്റാരെയോ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോ ആഷ്ലിൻ വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന മാനേജറെ പറ്റിയിട്ട് നമുക്ക് മറ്റാരോ എന്ന് പറയേണ്ട കാര്യമില്ല. അത് ശരിയാണ്, കാരണം ആൾക്ക് ഒരുപാട് പരിചയ സമ്പത്തുള്ള ഒരു മാനേജറാണ്. എനിക്ക് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കൊണ്ടുവന്നതിലെ ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. കാരണം വെസ്റ്റ്വുഡിന്റെ ഒരു കരിയർ ഒക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആള് ഒരു ഫുൾ ടൈം മാനേജർ ആകുന്നതിന് മുമ്പ് കൂടുതലും ഇംഗ്ലണ്ടിലൊക്കെ തന്നെയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അവിടെയുള്ള അത്യാവശ്യം നല്ല മോശമല്ലാത്ത വലിയ വലിയ ക്ലബ്ബുകളിൽ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ പിന്നീട് ആഷ്ലിൻ വെസ്റ്റ്വുഡ് നേരെ ഇന്ത്യയിലേക്ക് വരുന്നത് 2013 2013 ആള് മുഖ്യ പരിശീലകനായിട്ട് ബാംഗ്ലൂർ FC എത്തിയിട്ട് അവിടെ 2 ഐ ലീഗ് കിരീടങ്ങൾ ആള് സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ 2013-14 അതേപോലെ 15-16 സീസണുകളിൽ ഇന്ത്യൻ ഫെഡറേഷൻ കപ്പും ആൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പുള്ളി അതേപോലെ തന്നെ HK പരിശീലിപ്പിച്ചിട്ടുണ്ട്, അതേപോലെ പഞ്ചാബ് FC പരിശീലിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഹോങ്കോങ്ങിന്റെ നാഷണൽ ടീം മാനേജർ ആയിരുന്നു. അങ്ങനെ നല്ലൊരു പരിചയ സമ്പത്ത് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പൊ പുള്ളി ആളോക്കെയാണ്, അടിപൊളിയാണ്. പക്ഷെ ആളോക്കെയാണ്, അടിപൊളിയാണ് എന്നുള്ള കാര്യമല്ല ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ നമുക്കറിയാം, ഈ ബാംഗ്ലൂർ FC ഒക്കെ പോലെയുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം അല്ല നമുക്കുള്ളത്. സോ എത്ര വലിയ കൊടികെട്ടിയ കോച്ചാണെങ്കിൽ, ഇനിയിപ്പം കാർലോ ആൻചലോട്ടിയോ അല്ലെങ്കിൽ ജോസെ മൗറിഞ്ഞോയോ അല്ലെങ്കിൽ നമ്മുടെ പെപ് ഗാർഡിയോളയോ ആരെങ്കിലും ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാൻ എത്തിയാലും ഈ മാനേജ്മെന്റിന്റെ മുന്നിൽ അവർ തോറ്റുപോകും എന്നുള്ളതാണ് സത്യം. സോ ഈ മാനേജ്മെന്റ് സിസ്റ്റമാണ് നമുക്കുള്ളതെങ്കിൽ എത്ര വലിയ കോച്ചിനെ കൊണ്ടുവന്നിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയായ കാര്യമാണ്. കാരണം നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ഈ ഇപ്പൊ 12 സീസണായിട്ട് എനിക്ക് തോന്നുന്നു 500 കോച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ ഒരു കോച്ചുമാർക്ക് ഇവരൊരു ടൈം കൊടുക്കില്ല. അല്ലെങ്കിൽ ഈ നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ കുഞ്ഞി പിള്ളേരെ പോലെയാ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുഞ്ഞി പിള്ളേരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ മറ്റേ എന്തെങ്കിലും ചെടിയോ അല്ലെങ്കിൽ കപ്പയുടെ കമ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് അത് വേര് വന്നൊന്ന് ഇങ്ങനെ ഊരി നോക്കും. എന്നിട്ട് ഇങ്ങനെ പറയും നമ്മളോട്, അയ്യോ ഇതിന് വേരൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു മാനേജ്മെന്റ് ആണ് നമുക്കുള്ളത്. അപ്പോ ആർക്കും സമയം കൊടുക്കില്ല അവര്. നമ്മുടെ ഇവാൻ ആശാൻ അവർ സമയം കൊടുത്തിരുന്നു. പക്ഷെ ഇവാൻ ആശാൻ എന്തൊക്കെയോ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു 3 സീസൺ ഇവിടെ നിന്നത്. പക്ഷെ ആ 3 സീസണിൽ മാനേജ്മെന്റ് സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു എങ്കിൽ ആള് ഇതിലും വലിയ ഇമ്പാക്ട് കേരളത്തിൽ ഉണ്ടാക്കിയേനെ എന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ആളുടെ ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ തന്നെ ആളിനെ മാറ്റാൻ പ്ലാൻ ചെയ്ത മാനേജ്മെന്റ് ആണിത്. എന്നിട്ട് ആള് ഇവിടെ നിന്നിട്ടും ആളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സെല്ല് ചെയ്ത മാനേജ്മെന്റ് ആണിത്. ടീമിലുള്ള കോർ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ സെല്ല് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് ആണിത്. അപ്പോ ഈ മാനേജ്മെന്റിന്റെ അടുത്ത് ഇപ്പൊ ഈ പുള്ളിക്കാരൻ വന്നാലും എന്താ സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നെ വെസ്റ്റ്വുഡ് ഓക്കെയാണ്, നല്ല മാനേജറാണ്, നല്ല ഓപ്ഷനാണ്. പക്ഷെ ഒന്നാലോചിച്ച് നോക്കുക, ആശാന് ശേഷം നമ്മളിപ്പോ മൂന്നാമത്തെ ഒരു സീസൺ ഒന്നേകാൽ സീസണേ ആവുന്നുള്ളൂ. അതിനിടയിൽ തന്നെ നമ്മൾ 3 മാനേജേഴ്സിനെ സൈൻ ചെയ്തിരിക്കുന്നു. അപ്പോ ഇതൊക്കെയാണ് നമ്മൾ പിന്നെയും മിസ്റ്റേക്സിലേക്കാണോ പോകുന്നത്. അപ്പം മിസ്റ്റേക്സ് മാനേജർമാരുടേതല്ല, മാനേജ്മെന്റിന്റേതാണ് എന്നുള്ളതാണ് സത്യം. അപ്പോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പുതിയ വന്ന നമ്മുടെ കോച്ചിന് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് മാനേജർ പറയുന്നത് പോലെ മാനേജ്മെന്റ് നീങ്ങണം. അല്ലാതെ മാനേജ്മെന്റ് പറയുന്നത് പോലെ മാനേജർ നീങ്ങേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അതായത് ഈ കോച്ച് പറയുന്ന പ്ലേയേഴ്സിനെയാണ് മാനേജ്മെന്റ് സൈൻ ചെയ്യേണ്ടത്. അല്ലാതെ മാനേജ്മെന്റ് കൊടുക്കുന്ന പ്ലേയേഴ്സിനെ വെച്ച് കോച്ച് കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷൻ തന്നെ നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. സോ അറ്റ്ലീസ്റ്റ് കോച്ചിന് ഒരു പരിഗണന കൊടുക്കുക. നിങ്ങൾ അവർക്ക് പറയാനുള്ളതും അവർക്ക് വേണ്ടതുമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കിടക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും പുതിയ മാനേജറായ ആഷ്ലിൻ വെസ്റ്റ്വുഡിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.